സംസ്ഥാനത്തിന് ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലമാണ് തൃത്താല. കരുത്തരായ സ്ഥാനാർത്ഥികളും ചൂടേറിയ പ്രചാരണവും കൊണ്ട് ശ്രദ്ധേയമായ മണ്ഡലം. എം.പി. രാജേഷ് നടപ്പിലാക്കിയ വികസന നേട്ടങ്ങളിലൂടെ വീണ്ടും ചെറിയ വോട്ടിന് വിജയിക്കുമെന്നാണ് LDF പ്രതീക്ഷ. ഭരണവിരുദ്ധ വികാരം ഏറ്റവും ശക്തമായ തൃത്താലയിൽ അലയടിക്കുമെന്ന് വി.ടി. ബൽറാം പ്രതീക്ഷിക്കുന്നു. മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. വി.ടി. ബൽറാം എന്ന യുവനേതാവിനെ 3016 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് കഴിഞ്ഞ തവണ LDFന്റെ എം.പി. രാജേഷ് വിജയിച്ചത്. സംസ്ഥാനത്ത് തന്നെ പ്രമുഖരായ വി.ടി. ബൽറാം എം.പി. രാജേഷ് പോരാട്ടം തീപാറുന്നതായിരുന്നു എന്നതിൽ സംശയമില്ല. സ്പീക്കറും മന്ത്രിയുമായിരുന്ന സമയത്ത് എം.പി. രാജേഷ് നടപ്പിലാക്കിയ വികസനമാണ് LDFന് പ്രതീക്ഷ നൽകുന്ന ഘടകം. കഴിഞ്ഞ തവണത്തേക്കാൾ ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് LDFന്റെ വിലയിരുത്തൽ. പാർലമെന്റ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ UDFനുണ്ടായ മേൽക്കൈ ആവർത്തിക്കുമെന്ന് UDFും പ്രതീക്ഷിക്കുന്നു. 8 പഞ്ചായത്തുകളിൽ ഭൂരിപക്ഷവും UDFനൊപ്പമാണ്. എന്നാൽ നാഗലശ്ശേരി പഞ്ചായത്തിൽ വലിയ ഭൂരിപക്ഷം എം.പി. രാജേഷിന് ലഭിക്കും. ആദ്യ 6 പഞ്ചായത്തുകൾ എണ്ണുമ്പോൾ 4000 വോട്ടിന്റെയെങ്കിലും ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ വി.ടി. ബൽറാമിന് നിയമസഭയിലെത്താം. ചെറിയ ഭൂരിപക്ഷം മാത്രമാണെങ്കിൽ അത് നാഗലശ്ശേരിയിലൂടെ എം.പി. രാജേഷ് മറികടക്കും. ഭരണവിരുദ്ധ വികാരം ഏറ്റവും ആദ്യം പ്രതിഫലിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ് തൃത്താല. കഴിഞ്ഞ തവണത്തെ പോലെ കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളില്ലാത്തതും വി.ടി. ബൽറാമിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ തവണ BJPയുടെ വോട്ട് കുറഞ്ഞിരുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മത്സരിക്കുന്നതിനാൽ BJPയിൽ വോട്ട് ചോർച്ച ഉണ്ടാവില്ലെന്നാണ് കണക്കുകൂട്ടൽ. SDPIക്കും സ്ഥാനാർത്ഥിയുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 8062 വോട്ടുകൾ ഇത്തവണ കൂടുതലായി പോൾ ചെയ്തിട്ടുണ്ട്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരും. സാജിദ്, തൃത്താലയിൽ ഒരു കടുത്ത പോരാട്ടം തന്നെയാണെന്നതിൽ സംശയമില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ഈ പോരാട്ടങ്ങൾ തത്സമയം നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ തൃത്താലയിൽ വലിയ പ്രതീക്ഷ എല്ലാ മുന്നണികളും പങ്കുവെക്കുന്നു എന്നുള്ളത് കൂടിയാണ്. ജിൽസി സൂചിപ്പിച്ച പോലെ തന്നെ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണം അത് തൃത്താലയിൽ ആരംഭിച്ചിരുന്നു. തൃത്താലയിലാണ് ആരൊക്കെ ആയിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും ആർക്കും ഉണ്ടായിരുന്നില്ല. കാരണം എം.പി. രാജേഷ് സിറ്റിംഗ് MLA, മുൻ MLA ആയിരുന്ന വി.ടി. ബൽറാം തന്നെ UDF സ്ഥാനാർത്ഥിയായി വരുമെന്ന് ഉറപ്പായിരുന്നു. സംസ്ഥാനത്ത് തന്നെ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയരായ ഇരു മുന്നണികളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ കൂടിയാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലെല്ലാം തന്നെ കണ്ടിരുന്നത് ഈ വികസനമായിരുന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഈ ഒരുപാട് വികസനം നടത്തിയെന്ന് എം.പി. രാജേഷും LDFും അവകാശപ്പെടുന്നു. എന്നാൽ ഈ വികസനങ്ങൾ കാര്യമായൊന്നും നടന്നില്ലെന്നും എല്ലാം UDFന്റെ സമയത്തുള്ള വികസനമാണ് എന്ന് വി.ടി. ബൽറാമും പറയുന്ന തരത്തിലായിരുന്നു. എന്തായാലും ആ വാശിയേറിയ പോരാട്ടം തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക എന്നുള്ളത് കൗതുകകരമായ കാര്യമാണ്. നമ്മൾ കണക്കുകളിലേക്ക് വരുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് എല്ലാം തന്നെ പരിഗണിക്കുമ്പോൾ അത് UDFന് ഒരു മേൽക്കൈ അവിടെ ഉണ്ട് എന്നതിൽ സംശയമില്ല. കഴിഞ്ഞ തവണ 3016 വോട്ടുകൾക്ക് എം.പി. രാജേഷ് വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിന് അകത്തുണ്ടായിരുന്ന ആഭ്യന്തര പ്രശ്നങ്ങളായിരുന്നു. വി.ടി. ബൽറാമിനെ തോൽപ്പിക്കണം എന്ന് അവിടെ ഒരു വിഭാഗം മീറ്റിംഗ് കൂടി തീരുമാനിച്ച് ആ വാർത്തകൾ മാധ്യമങ്ങളിലൂടെ അവർ തന്നെ പുറത്തേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വി.ടി. ബൽറാമിനെ സെറ്റിൽ ചെയ്യാൻ ആയി എന്നുള്ളതാണ്. മറ്റൊന്ന്, അതിന് മുൻപുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ 3000-ഓളം വോട്ട് BJPക്ക് കുറഞ്ഞു. അത് വി.ടി. ബൽറാം അതിനെ തുടക്കം മുതൽ വിമർശിക്കുന്നത് അത് എം.പി. രാജേഷിന് പോയി എന്നുള്ളതാണ്. ഇത്തവണ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് കാര്യമായ വോട്ട് ചോർച്ച ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. സംസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും SDPI പിന്തുണയ്ക്കുന്നത് LDFനെയാണ്. എന്നാൽ SDPIയുടെ ജില്ലാ പ്രസിഡന്റ് തൃത്താലയിൽ മത്സരിക്കുന്നത് കൊണ്ട് SDPIയുടെ വോട്ട് അവർ തന്നെ പിടിക്കും. അങ്ങനെ UDFന് വിജയിച്ച് കയറാനുള്ളൊരു നേരിയ സാധ്യതയാണ് നമ്മൾ തൃത്താലയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജിൽസി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.